ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിന് അവിശ്വാസ പ്രമേയ നോട്ടീസുമായി പ്രതിപക്ഷം 118 പ്രതിപക്ഷാംഗങ്ങൾ ഒപ്പുവെച്ച നോട്ടീസ് ലോക്സഭാ സെക്രട്ടറി ജനറലിന് കൈമാറി. ചരിത്രത്തിൽ 4ാം തവണയാണ് ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുന്നത്. അതിനിടെ ലോക്സഭാ സ്തംഭനത്തിൽ സ്പീക്കറും പ്രതിപക്ഷ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സമവായമായി ലോക്സഭയിൽ ബജറ്റ് ചർച്ച പുരോഗമിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ഡോക്ടർ ശശി തരൂർ എം പി കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ അവഗണനയെന്നും കുറ്റപ്പെടുത്തി. First year of the NDA government, the promise was announced. The promise still remains unrealized. A state with one of the strongest public health records in the country continues to wait, while this budget, like its predecessors, offers neither clarity, nor timelines, nor urgency. 22 aims have been sanctioned across India, Mr. Chairman, but when it comes to Kerala, the silence is deafening. And aims that is not even a dot on a map is not institution building. It is institutional disregard. Kerala does not lack need, capacity, or credibility. What it lacks, it seems, is visibility in this government's priorities. Why, Mr. Chairman, is Kerala invisible to this government? I'd like to know. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് പാർലമെന്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. വലിയ തരത്തിലുള്ള ബഹളങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഈ അവിശ്വാസ പ്രമേയ നോട്ടീസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ നീക്കം? അമൃത, കഴിഞ്ഞ 7 ദിവസവും പാർലമെന്റിൽ ലോക്സഭ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സ്തംഭിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് സഭാ നടപടികൾ സാധാരണ നിലയിലേക്ക് എത്തിയത്. അതിനിടെ സ്പീക്കർക്കെതിരെ അസാധാരണമായ ഒരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തെ 118 എംപിമാർ ഒപ്പിട്ട ഒരു അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുകയാണ് സ്പീക്കർ ഓം ബിർളയ്ക്ക് എതിരെ. ലോക്സഭാ സെക്രട്ടറി ജനറലിനാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ നോട്ടീസിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഈ ഒരു നോട്ടീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ട്. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ആരും തന്നെ നോട്ടീസിൽ ഒപ്പുവെച്ചിട്ടില്ല. ഇത്തരത്തിൽ ഒരു നീക്കം അതൊരു രാഷ്ട്രീയ നീക്കമായി പരിഗണിക്കാനാകില്ല എന്നും ഇപ്പോഴത്തെ അവസരം അത് സ്പീക്കർക്ക് പകരം കേന്ദ്ര സർക്കാരിനെ ലക്ഷ്യം വെച്ചാണ് സഭയിൽ നടത്തേണ്ടത് ആക്രമണം എന്നുമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് ഉള്ളത്. എന്തായാലും ഇതിന് ശേഷം ഈ നോട്ടീസ് നൽകിയതിന് ശേഷവും സ്പീക്കർ ഓം ബിർളയുമായി KC വേണുഗോപാലും ഗൗരവ് ഗൊഗോയ് അടക്കമുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്നാണ് ഈ നോട്ടീസ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പോലെ തന്നെ ഈ നോട്ടീസ് സാധാരണ നടപടിക്രമം അനുസരിച്ച് പരിഗണിക്കാം എന്നും അതേസമയം സഭ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണം പ്രതിപക്ഷം എന്നുമുള്ള ഒരു ആവശ്യം സ്പീക്കർ ഉന്നയിച്ചതായാണ് ലഭ്യമാകുന്ന വിവരം. അതനുസരിച്ച് ഇപ്പോൾ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ബൽറാം, ഈ ലോക്സഭാ സ്തംഭനത്തിൽ ഒരു സമവായമായി എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിൽ? അമൃത, സഭ പ്രതിപക്ഷ പ്രതിഷേധം ഇന്ന് 2 മണിക്ക് സമ്മേളിച്ച ഘട്ടത്തിൽ ഉണ്ടായില്ല. സ്പീക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അത്തരത്തിൽ സഭ സാധാരണ നിലയിൽ സഹകരിക്കാം, മുന്നോട്ട് പോകുന്നതിന് സഹകരിക്കാമെന്ന ഉറപ്പ് പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷം നൽകിയ നോട്ടീസ് അത് ചിട്ടപ്രകാരം തന്നെ പരിഗണിക്കാം എന്ന ഉറപ്പും സ്പീക്കർ നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പനുസരിച്ച് സ്പീക്കർ ലോക്സഭാ സെക്രട്ടറി ജനറലിനോട് ഈ നോട്ടീസ് പരിശോധിച്ച് അത് സാധാരണ നിലയിൽ തന്നെ നടപടിക്രമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തെ സമവായത്തിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. സ്പീക്കറുമായി പ്രതിപക്ഷത്തോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ തന്നെ ഭരണപക്ഷത്തിലെ ചില നേതാക്കൾ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു അടക്കമുള്ള നേതാക്കൾ സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തായാലും 2 മണിക്ക് സഭ സമ്മേളിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷം ബഹളവുമായി രംഗത്തെത്തിയില്ല. മറിച്ച് ചർച്ചകൾക്കായി ചെയർ ക്ഷണിച്ചത് ശശി തരൂർ MP ആയിരുന്നു. അദ്ദേഹം ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ബജറ്റിലേത് പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങുന്നുവെന്നും ഒന്നും നടപ്പിലാകുന്നില്ല എന്നും കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും ഇപ്പോഴും നടപ്പിലാകാതെ തന്നെ തുടരുകയാണ് എന്നും കേരളത്തോട് തികഞ്ഞ അവഗണനയാണ് കേന്ദ്ര ബജറ്റിൽ. കേരളം എന്ന ഒരു സംസ്ഥാനമുണ്ടെന്ന് കണ്ടെന്ന് നടിക്കുന്നില്ല കേന്ദ്ര
സർക്കാർ അല്ലെങ്കിൽ ഈ ബജറ്റിൽ കേരളത്തിനായി ഒന്നും നൽകിയിട്ടില്ല എന്നും എയിംസ് വിഷയത്തിൽ കേരളത്തോടുള്ളത് വ്യവസ്ഥാപിതമായ അവഗണന എന്നാണ് ശശി തരൂർ വിശേഷിപ്പിച്ചത്. ഒപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ കേരളത്തെയും ദക്ഷിണേന്ത്യയെയും തുടർച്ചയായി അവഗണിക്കുന്നു എന്നും നിപ്മറുകൾ ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിച്ചു. കേരളം അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമായിട്ട് പോലും ദക്ഷിണേന്ത്യയിൽ ആകെ ഹൈദരാബാദിൽ ഒരു നിപ്പർ മാത്രമാണ് ഉള്ളത് എന്നതടക്കമുള്ള വിഷയങ്ങൾ ശശി തരൂർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം അഖിലേഷ് യാദവും പ്രതിപക്ഷ നിരയിൽ നിന്നും അഖിലേഷ് യാദവും സംസാരിച്ചു. അദ്ദേഹവും കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് അംഗം അഭിഷേക് ബാനർജിയും സഭയിൽ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹവും അതിരൂക്ഷമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഈ ബജറ്റിന്റെ പൊതുചർച്ചയിൽ പങ്കെടുത്ത് ഉന്നയിച്ചിരിക്കുന്നത്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.